എന്തായാലും നമുക്ക് മണ്ഡലത്തിൽ ആദ്യം മുതൽ തെരഞ്ഞെടുപ്പ് ചുമതലയുമായി ഉണ്ടായിരുന്ന പ്രസാദ് കൂടി ഇനിയിപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രസാദ് ഇങ്ങോട്ട് പോരെ, ഇനി തെങ്ങിൻ്റെ അടിയിൽ നിന്ന് മാറി നിന്നോണം, കാറ്റും മഴയൊക്കെ ഉണ്ട്. എന്തായാലും എങ്ങനെയുണ്ട് മണ്ഡലത്തിൽ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രവചിക്കാവുന്ന ഒരു സാഹചര്യമുണ്ടോ? സത്യത്തിൽ നമുക്ക് പ്രവചനാതീതം എന്ന് പറയാം. കാരണം അതിൻ്റെ ഒരു കാരണം നേരത്തെ ഈ തുടക്കത്തിൽ ഇപ്പോൾ സനീഷൊക്കെ പറഞ്ഞതുപോലെ ഈ ആദ്യം നമ്മളിത് UDF അടിച്ചുള്ളൊരു മണ്ഡലമായിരുന്നല്ലോ. സ്വാഭാവികമായി പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ സ്വരാജ് വന്നതോടുകൂടി തന്നെ ആ മത്സരം കടുത്തു എന്നുള്ളതാണ്. PV അൻവർ കാര്യമായി വോട്ട് പിടിക്കില്ല എന്നുള്ളതായിരുന്നു LDFും UDFും ഇപ്പോഴും വിശ്വസിക്കുന്നത്, അവർ പ്രചരിക്കുന്നു ചെയ്യുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ ഇപ്പോൾ യൂസഫ് പത്താനൊക്കെ വന്ന സമയത്തുള്ള പ്രചരണം നമ്മൾ കണ്ടതാണ്. നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊക്കെ തന്നെ നമ്മളെ റിപ്പോർട്ടർമാരും നമ്മൾ തന്നെ പല സ്ഥലങ്ങളിൽ പോയി അവിടുത്തെ ആളുകളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അൻവറിന് വേണ്ടി സംസാരിക്കുന്നത് സാധാരണക്കാരായ ആളുകളാണ്. അതായത് വോട്ടർമാരിൽ തന്നെ പിന്നെ നമ്മൾ തെരുവ് ആളുകൾ പല സ്ഥലങ്ങളിൽ കാണുമ്പോൾ അവർ തന്നെ പറയും അൻവർ നിങ്ങൾ വിചാരിച്ച പോലെയല്ല കൂടുതൽ വോട്ട് പിടിക്കും. പിന്നെ അൻവർ ഇടപെടുന്ന വിഷയങ്ങൾ, ഇപ്പം ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വന്യജീവി പ്രശ്നമാണ്. അൻവർ അത് വിടാതെ തന്നെ ആ വിഷയങ്ങളിൽ നേരിടുകയും അതിന് കൃത്യമായി കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിൽ ഇപ്പം ഈ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ മരിച്ച സമയത്ത് സമരം നടത്തുകയും ജയിലിൽ കിടക്കുകയും ചെയ്ത ആളാണ് MLA ആയിട്ടുള്ള അൻവർ. അപ്പോൾ അതെല്ലാം ആളുകൾ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കുറേ കാര്യങ്ങളിലെല്ലാം സജീവമായി ഇടപെടുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അത്തരം കാര്യങ്ങളിലൊക്കെ അൻവറിനെ നമ്മൾ കണ്ടതാണ്. അപ്പം പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് MLA എന്ന നിലയ്ക്ക് അൻവറിനോട് ആർക്കും പരാതിയില്ല. പിന്നെ അൻവർ എടുത്ത രാഷ്ട്രീയ നിലപാടും പിന്നീട് LDF വിട്ടതും ഒക്കെയാണ് ആളുകളുടെ അഭിപ്രായ വ്യത്യാസത്തിന് കാരണം, വിയോജിപ്പിന് കാരണം. പിന്നെ അദ്ദേഹം കരുതിയിരുന്നത് UDFന്റെ ഭാഗമാകാൻ കഴിയുമായിരുന്നു, പക്ഷെ അത് വന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അൻവർ അല്പം കൂടുതൽ വോട്ട് പിടിക്കുമെന്ന കാര്യത്തിൽ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ ചർച്ചയായ വിഷയം എന്തായിരുന്നു? ഇപ്പോൾ എല്ലാവരും നമ്മൾ മാധ്യമങ്ങളും ഈ രാഷ്ട്രീയ നേതാക്കളും ചർച്ചയാക്കിയ വിഷയം തന്നെയാണ് ആളുകൾ ചർച്ചയ്ക്ക് എടുത്തത് എന്ന് നമുക്ക് കരുതാമോ? ഇതിനകത്ത് തുടക്കത്തിൽ അങ്ങനെ പ്രധാനപ്പെട്ട വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിലമ്പൂർ മലയോര മേഖല ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രശ്നം നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന പോലെ ഈ വന്യജീവി പ്രശ്നം തന്നെയായിരുന്നു. പക്ഷെ അത് തുടക്കത്തിൽ രണ്ടു കൂട്ടരും LDF ആണെങ്കിലും UDF ആണെങ്കിലും പരസ്പരം പഴിചാരുന്ന ഒരു സമീപനം എടുത്തു. കാരണം LDF പറയുന്നത് കേന്ദ്ര സർക്കാരാണ് ഇതിനകത്ത് കാര്യമായ നടപടികൾ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടതൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. അൻവറാണ് അതിനകത്ത് കുറച്ചും കൂടി ഷാർപ്പായിട്ട് അതിനകത്ത് ഇടപെടുകയും പറയുകയും ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് ആളുകളെ സ്വാധീനിക്കാനുള്ള ഒരു സാധനമുണ്ട്. പിന്നെ ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുടിശ്ശിക അത് വലിയ വിവാദമായി മാറി. ഇപ്പോൾ അതിനകത്ത് ഒന്ന് പറയുന്നത് ഇപ്പോൾ KC വേണുഗോപാൽ അവരുടെ കൺവെൻഷനിൽ പറഞ്ഞൊരു ഒരു വാക്കാണ്. അത് പിന്നീട് ഏറ്റെടുത്ത് LDF അത് വലിയ ചർച്ചയായി മാറ്റി. കാരണം ഇതൊരു കൈക്കൂലി പോലെയാണ് ഈ ഒരുമിച്ചുള്ള കുടിശ്ശിക കൊടുക്കുന്നത് എന്ന് പറയുന്നത്. LDF വലിയ തോതിൽ അത് ഏറ്റെടുത്തു. തിരിച്ച് അവരും UDFന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇത്രയും 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു പറയുന്നു. അത് വലിയ പ്രതിവാദങ്ങളായി മാറി. അപ്പോഴും ആളുകളെ സംബന്ധിച്ച് ഇവിടുത്തെ റൂട്ടിലുള്ള ആളുകളെ സംബന്ധിച്ച് അത്തരം പ്രശ്നങ്ങളിലേക്ക് വന്നില്ല. അതെല്ലാം എല്ലായിടത്തും പറയുന്നതാണ്. ഇപ്പോൾ 18 മാസത്തെ കുടിശ്ശിക എന്ന് പറയുന്നത് നിലമ്പൂരിൽ മാത്രം പറയുന്നില്ല, എല്ലാ തെരഞ്ഞെടുപ്പിലും പറയുന്നതാണ്. പക്ഷേ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള പ്രചരണം എനിക്ക് തോന്നുന്നു PV അൻവർ തന്നെയാണ് വളരെ ഷാർപ്പായിട്ട് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് PV അൻവറിനെ ഈ രണ്ട് മുന്നണികളും വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. കാരണം നമുക്ക് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ആളിപ്പോൾ ഇന്ന് ആളുകൾ എടുത്തിരിക്കുന്ന സാധാരണഗതിയിൽ എല്ലാവരും എനിക്കൊന്ന് കേരളത്തിലൊരു പക്ഷേ ഇങ്ങനെ ഒരു കുട്ടിക്കലാശം അൻവർ ട്വിസ്റ്റ് ചെയ്യുന്നു. കാരണം അൻവർ നമ്മൾ പ്രതീക്ഷിച്ചത് അയാൾക്ക് സ്ഥലമൊക്കെ അനുവദിച്ചതാണ്. ചന്തക്കുന്നിൽ ബസ് സ്റ്റാൻഡിൽ ഏറ്റവും കൂടുതൽ സ്ഥലം ഒരുപക്ഷെ ഒരുമിച്ച് നിൽക്കാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തകർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റിയ സ്ഥലം ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡാണ്. ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, മണ്ഡലത്തിൽ ആളുകളോട് ചോദിക്കുമ്പോഴേ ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ ആരോട് തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചാലും അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആരും ഒന്നുകിൽ ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയില്ല, അതല്ലെങ്കിൽ ഒരു യെസ് ഓർ നോ ആൻസറിൽ അവസാനിപ്പിക്കുന്നില്ല. അവർ മണ്ഡലത്തിലെ സാഹചര്യത്തെക്കുറിച്ചും ഇവിടെ എന്താണ് ചർച്ചയാവുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ആര് ജയിക്കാനാണ് സാധ്യത എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ അവർക്ക് തന്നെ പറയാൻ കുറച്ചുണ്ട്. അതിനകത്ത് ഈ ഒന്ന് MLA ആയിരിക്കുന്ന PV അൻവർ പ്രവർത്തിക്കുന്ന അൻവറായിരുന്നു, പ്രവർത്തിക്കുന്ന MLA ആയിരുന്നു, ആളുകൾക്കിടയിലേക്ക് പോയിരുന്നു. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്ന് സംസാരിക്കുമ്പോഴാണ് കാണുന്നത്. ഇപ്പോൾ ഓട്ടോ ഡ്രൈവർമാർ, സാധാരണ ഹോട്ടലൊക്കെ നടന്ന ആൾക്കാർ, വ്യാപാരി വ്യവസായികൾ, അങ്ങനെ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലമായ സ്ഥലത്തും ഇദ്ദേഹം എത്തിയിട്ടുണ്ട്. പിന്നെ ഈ LDFന്റെ MLA ആയിരിക്കുന്ന സമയത്ത് UDFകാർക്ക് വിദ്വേഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഇത്രയും കാലം ഉണ്ടായിരുന്ന പിണറായി വിജയനെതിരായിട്ടുള്ള വലിയ ആക്രമണത്തോടെ അദ്ദേഹം പതുക്കെ UDFകാർക്ക് ഇഷ്ടമുള്ള ഒരാളായി മാറി. പിന്നീട് UDF ഒന്നും അനാഥനായതോടെ അദ്ദേഹത്തോടൊരു സെന്റിമെന്റ്സ് കൂടെ പതുക്കെ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ വോട്ടാകുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ ഇത് പറഞ്ഞു വരുമ്പോൾ അൻവറിൽ മാത്രം ഒതുങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ പോലും പൂർണ്ണമായും ഏതാണ്ട് അൻവറിലേക്ക് കേന്ദ്രീകരിച്ചാണെങ്കിൽ അൻവർ ആ ചർച്ചയിലുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നിലമ്പൂർ ഇതെല്ലാം പറയുമ്പോഴും നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അൻവർ എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസങ്ങൾ നമ്മൾ എവിടെ ചെന്ന് ചോദിച്ചാലും UDFന്റെ ക്യാമ്പിലാണെങ്കിലും LDFന്റെ ക്യാമ്പിലാണെങ്കിലും അവരെല്ലാം പറയുന്നത്
അൻവർ എത്ര വോട്ട് പിടിക്കും എന്നതിനനുസരിച്ചാണ് കാര്യങ്ങളെന്നാണ്. അതായത് UDF-ന്റെ LDF-ന്റെയും പ്രത്യേകിച്ച് UDF-ന്റെ നേതാക്കളുടെ മുഖത്ത് ഒരു ആശങ്ക തന്നെയുണ്ട് യഥാർത്ഥത്തിൽ. അവർ തോറ്റുപോകുമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല, പക്ഷേ എന്താണ് അപ്പുറത്ത് നടക്കുന്നതെന്നത് സംബന്ധിച്ച് യൂസഫ് പത്താൻ്റെ വരവോട് കൂടിയിട്ട് അവർക്കൊരു ആശങ്കയുണ്ട്. അത് മാത്രമല്ല അൻവർ ഏത് ഭാഗത്തു നിന്നാണോ കൂടുതൽ, ഇപ്പോൾ UDF നിന്നാണ് കൂടുതൽ വോട്ട് പിടിക്കുന്നതെങ്കിൽ LDF ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. LDF-ന്റെ ഭാഗത്ത് ഇപ്പോൾ അൻവർ 9 വർഷത്തോളമായിട്ട് LDF-ന്റെ MLA ആണ്. അപ്പം അവിടെ ഒട്ടും സ്വാധീനമില്ല, മുഴുവൻ പിടിക്കുക UDF-ന്റെ വോട്ടാണെന്നുള്ള LDF-ന്റെ വാദത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് LDF-നകത്തൊരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവറൊക്കെ ആ ഘട്ടത്തിൽ CPM-നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സമയത്ത് സൈബർ പോരാളി എന്നാണ് അൻവറിനെ വിശേഷിപ്പിച്ചത്. കടന്നൽ രാജ നമുക്ക് പതുക്കെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. മഴയുണ്ട്, മഴ ഇന്നലെ നല്ല ഇപ്പൊ ഇവിടെ ഞങ്ങള് ടൗണിൽ നിന്ന് വിട്ടുമാറിയ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. കാരണം അവിടെ ഒന്നും താമസിക്കാൻ സ്ഥലമില്ല, അത്ര നേതാക്കന്മാർ തമ്പടിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ കുറേ ദൂരെ മാറി തിരക്കില്ലാത്ത ഗംഭീരമായ ഒരു പഴയ സംവിധാനം, ഒരു പഴയ വീട് ഇങ്ങനെ താമസയോഗ്യമാക്കിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചത്. സനീഷ് ഉറങ്ങിയിട്ടുണ്ടാവും. എനിക്ക് ഇന്നലെ മച്ചിൽ മരപ്പട്ടിട്ട ഡാൻസ് പാർട്ടി ആയിരുന്നു, അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം ഇനിയിപ്പോൾ മണ്ഡലത്തിൽ എന്താണെന്ന്. ഇനി ഒന്ന് ഉറങ്ങി പ്രവചിക്കാവുന്ന ഒരേ ഒരു കാര്യം, എത്ര കനത്ത മഴയാണെങ്കിലും കുട്ടിക്കലാശം വലിയ ആവേശമായി, സംശയമേ ഇല്ല.